നായകനായി പ്രദർശനം തുടരുന്ന ചിത്രമാണ് തങ്കലാൻ. വിക്രമിന്റെ വിസ്മയിപ്പിക്കുന്ന വേഷപ്പകർച്ചയാണ് ചിത്രത്തിന്റെ ആകർഷണം. തങ്കലാൻ ആഗോളതലത്തിൽ ആകെ 100 കോടി രൂപ നേടിയെന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഇന്ത്യയിൽ നിന്നും ആകെ 50 കോടിയിലധികം തങ്കലാൻ നേടിയെന്ന് സിനിമ ട്രേഡ് അനലിസ്റ്റുകളായ സാഗ്നിൽക്കിന്റെ റിപ്പോർട്ട്. വിദേശത്തു നിന്നും തങ്കലാൻ 16 കോടിയും കേരളത്തിൽ നിന്ന് 4 കോടി രൂപയും നേടിയെന്ന് റിപ്പോർട്ട്. തങ്കലാൻ വിക്രമിന്റെ മികച്ചൊരു കഥാപാത്രമാണെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. വിക്രമിനൊപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകടനമാണ് ചിത്രത്തിൽ പാർവതി തിരുവോത്തിന്റേതും. മലയാളിയായ മാളവിക മോഹന്റെയും മികച്ച കഥാപാത്രമാണ് തങ്കലാനിലേതെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും വിക്രമിന്റെ തങ്കലാൻ ഒരു വിഭാഗം പ്രേക്ഷകരെ ആകർഷിക്കുന്നുണ്ട്. രഞ്ജിത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ പശ്ചാത്തലം കോലാർ ഗോൾഫ് ഫീൽഡ്സ് ആണ്. ഛായാഗ്രഹണം കിഷോർ നിർവഹിക്കുന്നു. SS മൂർത്തിയാണ് കല. പശുപതി, ഹരികൃഷ്ണൻ, കൃഷ് ഹസൻ തുടങ്ങിയവർക്ക് പുറമെ സമ്പത്ത് റാമും തങ്കലാൻ സിനിമയിലുണ്ട്. GV പ്രകാശ് കുമാറാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. തങ്കലാന്റെ യഥാർത്ഥ ദൈർഘ്യത്തെക്കുറിച്ച് സംവിധായകൻ വെളിപ്പെടുത്തുന്നതും ശ്രദ്ധയാകർഷിക്കുന്നു. 3 മണിക്കൂറും 10 മിനിറ്റുമാണ് ദൈർഘ്യം. എന്നാൽ കൊമേഴ്ഷ്യൽ പ്രേക്ഷകർക്കായി തങ്ങൾ ചിത്രത്തിന്റെ ദൈർഘ്യം കുറച്ചു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 3 മുതൽ 1 മിനിറ്റ് വരെയാക്കി തങ്ങൾ തങ്കലാൻ നിർണായകമായ ആരാന്റെ കഥ കുറിച്ചുവെന്ന് രഞ്ജിത്ത് വെളിപ്പെടുത്തിയിരുന്നു. ലൈവ് റെക്കോർഡിംഗ് ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല, എന്നാൽ മിക്സിംഗിൽ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ അത് റിലീസ് പ്രതികരണത്തിന് ശേഷം പരിഹരിക്കുമെന്ന് രഞ്ജിത്ത് വ്യക്തമാക്കിയത്.